ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നാട്ടിലേക്ക് വരാൻ മോൾക്ക് പേടിയ തിരുമേനി. അവിടെ നാട്ടിൽ കാലുകുത്തുമ്പോ ആ നരേന്ദ്രൻ അതറിയും. അയാൾ അതിന് ആശുപത്രിയിലല്ലേ? അവളുടെ നേരെ എനിക്ക് പൊട്ടിക്കാനുള്ള വലിയ ബോംബാ ഈ ഡ്രൈവർ നാടകം. ചിന്നു മുറി കയറിയ എന്റെ ഫാമിലി ഫോട്ടോ ഒക്കെ കാണില്ലേ? തിരിച്ചറിയുന്നതിന് മുമ്പ് ഞാൻ ചെല്ലട്ടെ, ഇല്ലെങ്കിലേ ഇതോടെ തീർന്നുവല്ല. ഈ പിള്ളേരുടെ ഒരു കാര്യം എല്ലാം തമാശയാ. അടുക്കും ചിട്ടയില്ലാത്തൊരു മുറിയും വൃത്തിയില്ലാത്തൊരു മനുഷ്യനും. തന്നോടാരം ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? മുത്തശ്ശി ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞു. അതൊന്നും വേണ്ട, താൻ ഇവിടെ ഇറങ്ങിക്കേ. ഇറങ്ങാനോ? എങ്ങോട്ട് ഇറങ്ങാൻ? താൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഇതൊക്കെ പറയാൻ താനാരാ? താൻ ആദ്യം പുറത്തിറങ്ങ്. ദേ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രമാ മേഡത്തിന്റെ രണ്ടാമത്തെ മകന്റെ കാര്യം. താൻ അറിയാത്ത ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ മുറിയിൽ ആരും കയറുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അയാൾ ഇപ്പോഴെങ്ങാനും ഇവിടേക്ക് കയറി വന്നാ തന്റെ കാര്യം പോക്കാ, പിടിച്ച് തിന്നുകളെ. അതെന്താ, അയാൾ മനുഷ്യരാണോ തിന്നുന്നേ? ആഹാരമല്ലേ? തന്റെ ഇമ്മാതിരി വർത്താനം കേട്ടാ എപ്പോ തന്നെ അടിച്ച് പുറത്താക്കിന്ന് പറഞ്ഞാ മതി. പുള്ളിക്കാരൻ പോലീസാണെങ്കിലും തനി ഗുണ്ടയുടെ സ്വഭാവ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ താൻ ഞെട്ടും. എന്താ? ഞെട്ടാൻ റെഡിയായിക്കോ. അയാള് മറ്റേ നരേന്ദ്രന്റെ കൂട്ടുകാരൻ കൂടിയാ. കൂട്ടുകാരൻ എന്ന് പറഞ്ഞ വെറും കൂട്ടുകാരനല്ല, ആത്മമിത്രം. അന്നീ വീട്ടിൽ വന്നില്ലേ നരേന്ദ്രൻ? അയാൾ ആളൊരു ചെറ്റയും ആഭാസനും അതിലെല്ലാം ഉപരി ഒരു വാടക കൊലയാളി കൂടിയാ. അയാളുടെ സുഹൃത്തെന്ന് പറഞ്ഞ പിന്നെ ഞാൻ ബാക്കിയൊന്നും പറയണ്ടല്ലോ. രമാദേവിയുടെ ഇളയ മകനെ പറ്റി ഒന്ന് തിരക്കി നോക്ക്. കാക്കിയിട്ട തനി ഗുണ്ട, സ്ത്രീകളുടെ പേടി സ്വപ്നം. അഹങ്കാരം കാണിക്കുന്നവർ അയാൾ എന്താ ചെയ്യുമെന്നറിയോ? അതറിഞ്ഞ കുട്ടി വീണ്ടും ഞെട്ടും. അതെ, രമാമയ്ക്ക് വരെ അയാളെ പേടിയാ. അതാ ഈ വീട്ടിൽ നിർത്താത്തത്. താനീ പറയുന്നതൊക്കെ നേരാണോ? പുള്ളി അത്രയ്ക്ക് വലിയ കക്ഷിയാണോ? ഞാൻ എന്തിനാ കുട്ടിയോട് കള്ളൊക്കെ പറയുന്നത്? പക്ഷേ അയാളുടെ വിരട്ടലും കളിയൊക്കെ എന്റെ മുന്നിൽ മാത്രം നടക്കില്ല. ഏത് രമാദേവിയുടെ മകനാണെങ്കിലും ഈ മഹിക്ക് വെറും പുല്ല. ഒരു ദിവസം എന്തോ കാര്യത്തിന് ഞാനും പുള്ളിയും കൂടി ഒന്ന് കോർത്തു. രമാമ എന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ ഞാൻ വെറുതെ വിട്ടത്. അതിനുശേഷം എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കുന്നേ. ഈ മഹി ചില്ലറക്കാരനല്ലെന്ന് അന്ന് അവന് മനസ്സിലായി കാണും. തള്ളി തള്ളി താനിത് എങ്ങോട്ടാ? രമാദേവി കാല് പിടിച്ചു പോലും. ഇതൊക്കെ താൻ പോയി ആ റോബോട്ടിന്റെ അടുത്ത് പറ. മനുഷ്യരാരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുവോ? വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. അയാളെങ്ങാനും ഈ മുറിയിൽ തന്നെ കണ്ടാ തന്റെ കാര്യം പോക്ക. അതോട് താൻ പോയേ. നരേന്ദ്രൻ, രമാദേവിയുടെ ഇളയ മകൻ അഖിൽ സാർ. ഡീപ്പ് ബന്ധം.
ഞാനൊരു കാര്യം പറഞ്ഞ താൻ വീണ്ടും ഞെട്ടും. അയാളിപ്പോ കേറി വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വേഗം വിട്ടോ. ഭാഗ്യം അവള് കണ്ടില്ല. ഇനി ഈ ഫോട്ടോ ഇവിടെ ഇരുന്ന ശരിയാവില്ല. ഞാൻ പറഞ്ഞ വഴിയെ മുന്നിലുള്ളൂ ശിവ. മണിമാല വേഗം ഇവിടെ എത്തിക്ക. അതല്ലാതെ മറ്റൊരു പരിഹാരം ഇതിനില്ല. ഈ നാട്ടിലേക്ക് വരാൻ മോൾക്ക് പേടിയ തിരുമേനി. അവിടെ നാട്ടിൽ കാലുകുത്തുമ്പോ ആ നരേന്ദ്രൻ അതറിയും. അയാൾ അതിന് ആശുപത്രിയിലല്ലേ? അല്ല, അത് തിരുമേനി ഇങ്ങനെ അറിഞ്ഞു? അയാള് സമയം നോക്കാൻ വിളിച്ചിരുന്നു. എന്തോ അപകടം നടന്നെന്നും ആശുപത്രിയിലാണെന്നും സമയം ശരിയല്ലെന്നും പറഞ്ഞു. ഞാൻ നോക്കാന്നും പറഞ്ഞു. അങ്ങനെ അറിഞ്ഞതാ ഞാൻ. ഞാനങ്ങ് പേടിച്ചുപോയി. പെട്ടെന്ന് പൂജാരി നരേന്ദ്രന്റെ കാര്യം അറിഞ്ഞിരിക്കുന്നു എന്ന് കേട്ടപ്പോഴേ, അല്ല, പൂജാരിക്കും അയാൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ കരുതിപ്പോയി. എന്താ ശിവ, ഞാൻ ക്ഷേത്ര പൂജാരി മാത്രമല്ല, തന്റെ സുഹൃത്തു കൂടിയാ. ഞാൻ തന്നെ ചതിക്കില്ല. അല്ല, ആ ഒരു വിശ്വാസത്തില ഞാൻ പൂജാരിയോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞത്. തനിക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ ചതിക്കില്ല. പിന്നെ ഞാൻ നാളെയോ മറ്റന്നാളോ ഒന്ന് തിരുവനന്തപുരം വരെ പോവാന്ന് വിചാരിക്കുക. 1-2 ആവശ്യങ്ങളുണ്ട്. എന്നാ ശരി. ആ, അയാള് മറ്റേ നരേന്ദ്രന്റെ കൂട്ടുകാരൻ കൂടിയാ. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാ വെറും കൂട്ടുകാരനല്ല, ആത്മമിത്രം.